Hello, Namaskaram. Welcome to my YouTube channel, Prahari's Care. Today we are going to discuss about the Greenland and the interest of United States of America. Not America, but Donald Trump. Donald Trump's interest. Why he want to invade ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. കറണ്ടായിട്ടുള്ള സബ്ജക്റ്റാണ്. നമ്മളിനി ഡീൽ ചെയ്യുന്നത് ഇങ്ങനെ ഇൻ കറൻസിയിലുള്ള ഇപ്പോഴുള്ള കറണ്ട് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിനെ കുറിച്ചായിരിക്കും. ഇറ്റ്സ് നോട്ട് especially it is not a geopolitical event but important events, So Greenland, what is Greenland? Greenland എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തേൺ അമേരിക്കൻ കോണ്ടിജൻറ്റിൽ വരുന്ന ഒരു സ്ഥലമാണ്. അതായത് നോർത്ത് അമേരിക്കൻ വൻകരയിൽ വരുന്ന ഒരു ദ്വീപാണ്, ഒരു ഐലൻഡാണ് ഗ്രീൻലാൻഡ്. ഓക്കെ, ബട്ട് ഇത് വരുന്നത് ഹെഡ് ഓഫ് സ്റ്റേറ്റ്സ് ഇതിൻ്റെ ഡെൻമാർക്കാണ്. ഡെൻമാർക്ക് കിങ് ആണ്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിശദീകരിക്കുക. ഇതിൻ്റെ ഒരു ഔട്ട്കം നോക്കാം. ഗ്രീൻലാൻഡ് ഈസ് ആൻ ഓട്ടോണമസ് ടെറിട്ടറി ഓഫ് ദി കിങ്ഡം ഓഫ് ഡെൻമാർക്ക്. ഡെൻമാർക്ക് കിങ്ഡത്തിൻ്റെ ഒരു സ്വയം ഭരണാധികാരമുള്ള ഒരു സ്ഥലമാണ്, ടെറിട്ടറിയാണ് ഗ്രീൻലാൻഡ്. ഓക്കെ, and it is the largest of the kingdom's three constituent parts by land area, the others being Denmark proper. ഒന്ന് ഡെൻമാർക്ക് പ്രോപ്പറാണ്, ആൻഡ് ദി ഫാരോ ഐലൻഡ്സ് ആണ്, പിന്നെ ഗ്രീൻലാൻഡ്. ഈ മൂന്ന് ടെറിട്ടറീസാണ്, ലാർജസ്റ്റ് ടെറിട്ടറീസാണ് ഡെൻമാർക്കിൻ്റെ അധീനത്തിൽ ഉള്ളത്. സിറ്റിസൺസ് ഓഫ് ഗ്രീൻലാൻഡ് ആർ ദി സിറ്റിസൺസ് ഓഫ് ഡെൻമാർക്ക്. ഡെൻമാർക്കിലെ പൗരന്മാരാണ് ഗ്രീൻലാൻഡിലെ പൗരന്മാർ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബേസ്. ഇപ്പോഴുള്ള സ്റ്റാറ്റസ് അതാണ്. ഓക്കെ, ട്രംപ് പറയുന്ന ഇൻട്രസ്റ്റ്, പറയാത്തതായിട്ടുള്ള ഇൻട്രസ്റ്റും തീർച്ചയായിട്ടും കാണും. പലപ്പോഴും നമ്മളെല്ലാം ചിന്തിക്കുന്നത് ഈ ഡൊണാൾഡ് ട്രംപിന് ഇവനെ കൊണ്ട് ജീവിക്കാൻ വയ്യല്ലോ. ഇവനെക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ ഈ ഇന്ത്യയിലാകെ മൊത്തം ഈ താരിഫ് പെർസെൻറ്റേജ് കൂട്ടുക കുറയ്ക്കുക, ഇതൊക്കെ തന്നെയാണ് ഇവന് പണി. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇറ്റ് ഈസ് ഇത് പ്രോബ്ലം ഫോർ ഇന്ത്യ ഓൺലി. നോ, വേൾഡ് വൈഡായിട്ട് ഹീ ഈസ് ക്രിയേറ്റിംഗ് പ്രോബ്ലം ഇൻ എ വെരി നുക്ക് ആൻഡ് കോർണർ ഓഫ് ദി വേൾഡ്, ഓഫ് ദി പ്ലാനറ്റ്, ഐ തിങ്ക്. സോ ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ എക്സ്പാൻഷൻസിൻ്റെ ഒരു സംഭവമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, അപ്പോൾ അമേരിക്കയുടെ ഒരു അധീനസ്ഥയിലുള്ള സ്ഥലമാക്കി മാറ്റാൻ ഹി വാണ്ടഡ് ടു പർച്ചേസ് ഇറ്റ്. നമുക്ക് നോക്കാം. ഇൻ ദി 21st century, ഡൊണാൾഡ് ട്രംപ് asserted during his two presidencies that the US should take over Greenland. The US long seen Greenland as vital for the defense of its mainland, and former war plans listed Greenland as one of the territories of the US would seize and fortify in a hypothetical war. അതായത് ഹൈപ്പോത്തിക്കൽ വാർ, ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു വാർ ഉണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ഡിഫൻസിൽ വരുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സ്ഥലമായിരിക്കും ഗ്രീൻലാൻഡ്. വി ക്യാൻ കൺട്രോൾ ദി പ്ലേസസ്, ദി കൺട്രീസ് ഫ്രം എ ഡിഫൻസ് ഫോർട്ട് ഓഫ് ദിസ് ഗ്രീൻലാൻഡ്. അതാണ് അമേരിക്കയുടെ ഒരു ലക്ഷ്യം അവർ പറയുന്നത്. ഓക്കെ, ആക്ച്വലി അവിടുത്തെ മിനറൽസ്, റിയൽ എർത്ത് മെറ്റീരിയൽസ്, ഇതൊക്കെ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉന്നം. അതിനിടയ്ക്ക് എണ്ണയും കാണുമായിരിക്കും. ഇപ്പോൾ വെനിസുലയുടെ നമ്മൾ കാര്യം കണ്ടില്ലേ, അതൊക്കെ ആയിരിക്കും അതിൻ്റെ പ്രശ്നം. ഇറാനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഇറാനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിനിടയ്ക്ക്. ഓക്കെ, അവർ അടിച്ച് താഴ്ത്താൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ നല്ലൊരു ടൈപ്പ് ഉണ്ടാക്കിയപ്പോൾ
ഓക്കെ, ക്വൈറ്റ് റീസെൻ്റ്ലി 2 days ബാക്ക്. അതിനൊരു ലാസ്റ്റ് വീക്കിൽ നമ്മൾ UAE വന്നിട്ട് UAEയുടെ കിങ് വന്നിട്ട് സ്പെഷ്യലി വന്നിട്ട് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സൈൻ ചെയ്തു പോയി. സോ ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി, ഹി ഷുഡ് നോ അബൌട്ട് ഇറ്റ്. ഡൊണാൾഡ് ട്രംപിന് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അയാൾ വിചാരിക്കുന്ന ഈ പണ്ടത്തെ പോലെ വെസ്റ്റേൺ കൺട്രീസ് എന്നും ഇന്ത്യയെ അടിച്ചമർത്തി, ഇന്ത്യ എന്ന് പറഞ്ഞാൽ നാടോടികളുടെ രാജ്യം, പാമ്പാട്ടികളുടെ രാജ്യം എന്നൊക്കെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. പണ്ട് ഇന്ദിരാഗാന്ധി ഓരോ ഹെൽപ്പിന് വേണ്ടി ഓരോടത്ത് പോകുമ്പോൾ അവർ കളിയാക്കുമായിരുന്നു ഇതെല്ലാം പറഞ്ഞ്. ടുഡേയ്സ് ഇന്ത്യ ഈസ് എ ഡിഫറെൻറ്റ് കൺട്രി. വി ആർ ദി 4th biggest economy in the world, and we got the great സേന. നമ്മുടെ ഡിഫൻസ്, നമ്മുടെ ആർമി, നമ്മുടെ എയർഫോഴ്സ്, നമ്മുടെ നേവി എല്ലാം സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. എന്തിന് ഇവരെയൊക്കെ അടിച്ചമർത്താൻ നമ്മുടെ പാരാമിലിറ്ററി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഒരു 10 യൂണിറ്റ് ഉണ്ടെങ്കിൽ അവർ മതി എന്ന് ഉറച്ച് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. സോ ഇങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ, ഇങ്ങനെയൊന്നുമല്ല ലോകം നിങ്ങൾ ഭരിക്കേണ്ടത്. ഈ വേൾഡ് പോലീസാകുന്ന കളിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടു സം എക്സ്റ്റെൻറ്റ് അഗൻസ്റ്റ് ദി ടെററിസ്റ്റ്. ഓക്കെ, ഈ സംബടി ഇറാഖിൽ നിങ്ങൾ കാണിച്ചെന്താണ്? വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചുക്കും കിട്ടിയില്ല. അവിടെ പിന്നെ T-72 എന്നുള്ള ആ പഴയ പാറ്റൻ ടാങ്ക് അല്ലാതെ നമുക്കാർക്കും അവിടെ ഒരു കെമിക്കൽ വെപ്പണോ ഒന്നും കണ്ടില്ല. പക്ഷേ ഇറാഖിനെ നാശിപ്പിച്ച് കളഞ്ഞവർ. ഇറാനും അത് തന്നെ ഗതി വരാൻ പോകുന്നത്. പക്ഷേ ഇറാൻക്ക് ഒന്നുകൂടെ ഒരു ബാക്ക് ബോൺ ഉള്ളൊരു കൺട്രി ആയതുകൊണ്ട് അത് നിലനിൽക്കുന്നു. ഐ തിങ്ക് ഇറാൻ ഈസ് ഗോയിങ് ടു സ്റ്റേ ദെയർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇയാൾ ഈ വേൾഡിൽ കാണിക്കുന്നത്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ഗ്രീൻലാൻഡ്. സോ ദി US ഡിസ്കസ്ഡ് ഒബ്റ്റൈനിങ് Greenland from Denmark since the 19th century. Okay, there were talks of US purchasing the Greenland from Denmark. ഡെൻമാർക്ക് കാശ് കൊടുത്ത് വാങ്ങാനുള്ള പരിപാടിയായിരുന്നു ഡെൻമാർക്കിൻ്റെ കയ്യിൽ നിന്ന് ഗ്രീൻലാൻഡ്. സിൻസ് വേൾഡ് വാർ II, US ഹാസ് ഹാഡ് അറ്റ്ലീസ്റ്റ് 1 military base in Greenland. ആക്ച്വലി ഗ്രീൻലാൻഡിൻ്റെ ഇൻട്രസ്റ്റ് അമേരിക്കയ്ക്ക് വരാൻ കാണും. സെക്കൻഡ് വേൾഡ് വാറിൽ ജർമ്മനി ഒക്യുപ്പൈ ചെയ്തു ഗ്രീൻലാൻഡ്. ആ സമയത്ത് ജർമ്മനിയെ അടിച്ചോടിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക അവിടെ കടന്നു വന്നത്. എന്നിട്ട് 1949 അമേരിക്ക അവിടെ നിന്ന് പോകാൻ പുറപ്പെടുകയായിരുന്നു. ദേ വർ അബൌട്ട് ടു ലീവ് ദി കൺട്രി. ബട്ട് ആ സമയത്താണ് സോവിയറ്റ് യൂണിയൻ്റെ ഒരു ത്രെറ്റ് വരുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ ത്രെറ്റ് വരുന്ന സമയത്ത് അമേരിക്ക പറഞ്ഞു, വി ആർ നോട്ട് ഗോയിങ്, നമ്മൾ ഈ സോവിയറ്റ് യൂണിയൻ്റെ ത്രെറ്റിനെ ചെറുത്ത് നിർത്തിയിട്ടേ പോവുള്ളൂ. അങ്ങനെ എന്തു വന്നു, ഇവരവിടെ നിന്നു. അങ്ങനെ 1950 ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു അമേരിക്കയും. ബിറ്റ്വീൻ അമേരിക്ക ആൻഡ് ഡെൻമാർക്ക് പറഞ്ഞു, ഞങ്ങൾ വി ആർ ഗോയിങ് ടു സ്റ്റേ ഇയർ, നിങ്ങളൊക്കെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഞങ്ങളിവിടെ ആർമി ബേസ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു ആർമി ബേസ് ഉണ്ടാക്കി ഇപ്പോഴും ഉണ്ട്. ആർമി ബേസ് ഇപ്പോഴും ഉണ്ട്. സ്റ്റിൽ ഇറ്റ് ഈസ് ദെയർ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. ഇൻ 1946 ദി US സീക്രട്ടലി ഓഫേർഡ് ടു ബൈ ഗ്രീൻലാൻഡ്. 46 അവരിത് വാങ്ങിക്കാനൊരു ശ്രമം നടത്തിയതാണ്. പക്ഷേ ഡെൻമാർക്ക് സമ്മതിച്ചില്ല. സിൻസ് 1949 ഗ്രീൻലാൻഡ് ഹാസ് ബീൻ അണ്ടർ പ്രൊട്ടക്ഷൻ ഓഫ് നാറ്റോ കൺട്രീസ് ഓഫ് വിച്ച് ദി US ആൻഡ് ഡെൻമാർക്ക് ആർ ബോത്ത് മെമ്പേഴ്സ്. USഉം ഡെൻമാർക്കും നാറ്റോ കൺട്രീസാണ്. ഓക്കെ, അപ്പോൾ അവർ തമ്മിലൊരു പ്രശ്നമാണ് അവിടെ ഉണ്ടാകുക എന്നുള്ള ശ്രമം നടത്തുന്നത്. നെവർത്തലെസ് ദി ജോയിൻറ്റ് ചീഫ്സ് ഓഫ് staff proposed anchoring the islands in 1955. ഇത് ആക്ച്വലി നോർത്തേൺ കണ്ടിജൻറ്റിൽ വരുന്നെങ്കിലും യൂറോപ്യൻ കൺട്രി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് എന്താണ്, ഒരു ബാക്ക് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ സ്കാൻഡിനേവിയൻ കൺട്രീസാണ് ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ ഏൻഷ്യൻ ഡേയ്സിൽ മുതൽ അവർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളുകൾ വൈക്കിങ്സാണ്. വൈക്കിങ്സ് കേട്ടില്ലേ? വൈക്കിങ്സ് പറഞ്ഞാൽ സമുദ്രസഞ്ചാരികളായിട്ട് നടക്കുന്ന അവരുടെ ഒരു ഹിസ്റ്ററിയൊക്കെ അങ്ങനെ പോകുന്നത്. ഇൻ 2019 ഡ്യൂറിങ് ദി ഫസ്റ്റ് പ്രസിഡൻസി ട്രംപ് എക്സ്പ്രസ്ഡ് ഹിസ് ഡിസൈഡ് ടു പർച്ചേസ് ഗ്രീൻലാൻഡ്. ഇറ്റ് വാസ് ടേൺ ഡൗൺ ആൻഡ് ഡിസ്ക്രൈബ്ഡ് ആസ് അബ്സർഡ് ബൈ ഡാനിഷ് PM മെറ്റെ ഫ്രെഡറിക്സൺ. മെറ്റെ ഫ്രെഡറിക്സൺ ആണ് ഇവരുടെ PM.
ഡാനിഷിൻ്റെ. അദ്ദേഹം എന്ന് പറഞ്ഞു ഇതൊരു അബ്സർഡ് മൂവാണ്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഡ്യൂറിങ് ദി സെക്കൻഡ് പ്രസിഡൻസി ട്രംപ് ഹാസ് advocated for American expansionism and he's increasingly sought US control of Greenland. Okay. Following Greenlandic and Danish refusal to sell the country. ഗ്രീൻലാൻഡിക്സും അവരും ഗ്രീൻലാൻഡിലുള്ള ആളുകളും പറഞ്ഞു, ആൻഡ് ഡാനിഷ് പീപ്പിൾ പറഞ്ഞു ഒരിക്കലും ഇത് refusal to sell the country, Trump has threatened to invade or annex Greenland. അവർ സമ്മതിച്ചില്ല. അപ്പോൾ ഇവന് ഇത് ആക്രമിച്ച് കീഴടക്കാനുള്ള ശ്രമം നടത്തുമെന്ന് ട്രംപ് പറഞ്ഞു. വിച്ച് വുഡ് ബ്രേക്ക് ദി ഇൻ്റർനാഷണൽ ലോ. അത് ഒബ്വിയസ്ലി ഇൻ്റർനാഷണൽ ലോയെ ബ്രേക്ക് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. ദി ഗ്രീൻലാൻഡിക് ഗവൺമെൻറ് സ്റ്റേറ്റഡ് ദാറ്റ് ദേ ചൂസ് ഡാനിഷ് റിലം വൺ ഓവർ ദി US. ഗ്രീൻലാൻഡിക്സ് അവർ പറഞ്ഞു, അവിടുത്തെ ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഡാനിഷ് ഗവൺമെൻറ് മതി, ഡാനിഷിൻ്റെ അണ്ടറിൽ ജീവിച്ചാൽ മതി, നമുക്ക് അമേരിക്കയുടെ യാതൊരുവിധ കാര്യങ്ങളും വേണ്ടെന്ന്. 85% of Greenlanders oppose an American takeover. As many Danes see the historical ties with Greenland as an integral part of Danish national identity. ഡെയിൻസും പറയുന്നത്, അതായത് ഡെൻമാർക്കിലുള്ള ആളുകളും പറയുന്നത് ഞങ്ങളുടെ ഇൻ്റഗ്രൽ പാർട്ടാണ്, ഞങ്ങളിൽ നിന്ന് ഒരിക്കലും ഗ്രീൻലാൻഡിനെയും ഗ്രീൻലാൻഡുകാരെയും വേറൊരാൾക്കും മുറിച്ചു മാറ്റാൻ കഴിയുകയില്ല എന്നാണ് അവർ പറയുന്നത്. ഗ്രീൻലാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ ന്യൂക്ക്, NWK ന്യൂക്ക്, വളരെ സുന്ദരമായ സ്ഥലമാണ്. എപ്പോഴും മൈനസിലായിരിക്കും ടെമ്പറേച്ചർ, ഐസാണ്. ചില ഭാഗങ്ങൾ ഒഴികെ എല്ലായിടത്തും എപ്പോഴും ഐസ് കവേർഡായിരിക്കും. പക്ഷേ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നമുക്ക് പോയി കാണേണ്ട സ്ഥലമാണെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ പോയിട്ടില്ല. അവിടുത്തെ കറൻസി ഡാനിഷ് ക്രോണാണ്. പോപ്പുലേഷൻ 56,836 ആണ് 2024 കണക്കനുസരിച്ച്. യു ക്യാൻ സേ ദാറ്റ് അണ്ടർ 60,000 പ്രസൻ്റ്ലി. ഹെഡ് ഓഫ് സ്റ്റേറ്റ് കിങ് ഫ്രെഡറിക് ഓഫ് ഡെൻമാർക്ക്. ഓക്കെ, ഡെൻമാർക്കിൻ്റെ കിങ് ആണ്. പ്രൈം മിനിസ്റ്റർ ജെൻസ് ഫീഡിങ് നീൽസൺ. ആളൊരു വളരെ ബ്യൂട്ടിഫുൾ സൂപ്പറായിട്ടുള്ള ഒരാളാണ്, ഹാൻസം പൊളിറ്റീഷ്യനാണ്. ഹൈ കമ്മീഷണർ ജൂലി പ്രാറ്റ് വിൽഷെ. ജൂലി പ്രാറ്റ് വിൽഷെ എന്ന് പറഞ്ഞാൽ അത് ഈ മൊണാർക്ക്, അതായത് ഇവരുടെ കിങ്ഡം അവർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ഹൈ കമ്മീഷണർ. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ. നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ എറിക് റെഡ് ആരാണ്, ഓക്കെ, അതൊക്കെ നമുക്ക് ഈ വൈക്കിങ്സിൻ്റെ ആദ്യമായിട്ട് അവർ ഗ്രീൻലാൻഡിൽ പോകുന്നതും. ഗ്രീൻലാൻഡിൽ ആക്ച്വലി ഉണ്ടായിരുന്നത് ഇന്യൂട്ട്സാണ്. ഇന്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ എക്സിമോസ് എന്ന് വിളിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഇന്യൂട്ട്സാണ് എക്സിമോ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു എന്താ പറയുന്നത്, ജാതി പറയുമ്പോഴുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇന്യൂട്ട്സാണ് അവരറിയപ്പെടുന്നത്. ഓക്കെ, കൂടുതൽ ഇതിൻ്റെ എറിക് റെഡ് എന്നുള്ള ഒരു സാഹസികനെയും വൈക്കിങ്സിൻ്റെ ആ ഒരു സഞ്ചാര രീതികളും നമുക്ക് വരുന്ന വീഡിയോകളിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ബൈ.